നമ്മുടെ സ്റ്റുഡന്റിനെ കാണാൻ വന്നേക്കാണ്. നമ്മൾ ഒരു ഡോഗിനെ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യണം, പോസിറ്റീവായിട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്യണമെന്നും പോസിറ്റീവായിട്ട് ആ ഡോഗിനെ എടുത്ത് അപ്രോച്ച് ചെയ്യണമെന്നാണ് എന്റെ മാസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം. ഒരു ഡോഗിനെ ഒരിക്കലും ഫോഴ്സ് ചെയ്തും സ്ട്രെസ് കൊടുത്തും ഒരിക്കലും ഒരു ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്യാനും അതിൻ്റെ അടുത്ത് നെഗറ്റീവായി പോയി അപ്രോച്ച് ചെയ്യാനും പാടില്ല. മറിച്ച് നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആക്കി ആ ഡോഗിനെ എക്സൈറ്റഡ് ആക്കി ഡോഗിന്റെ കൂട്ടത്തിൽ എൻജോയ് ചെയ്ത് നമ്മൾ ആ ഡോഗിനെ വർക്ക് ചെയ്യിക്കണം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ആ ഡോഗിന് ഓണറുടെ അടുത്തുള്ള പോലെ തന്നെ അറ്റാച്ച്മെന്റ് ട്രെയിനറുടെ അടുത്ത് വരികയും ആ ഡോഗ് ട്രെയിനിങ് വളരെ ഇഷ്ടത്തോടും ഇൻട്രസ്റ്റോടും കൂടി ആ ഡോഗ് ട്രെയിനിങ് വർക്ക് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഒത്തിരി നാളായി ഇവനെ കാണാൻ വന്നിട്ട്, ട്രെയിനിങ് ആയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ചേട്ടനെ വിട്ടു നോക്കാം. അപ്പോൾ അവൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഇവൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ അടുത്ത് ഇവൻ കാണിക്കുന്ന അറ്റാച്ച്മെന്റും ചേട്ടനെ വിടുമ്പോൾ അവൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അറിയടാ അപ്പോൾ ഇതാണ് പോസിറ്റീവായിട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നതിനുള്ള ഗുണം. കാരണം എത്ര നാൾ കഴിഞ്ഞാൽ നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് ഡോഗിനുണ്ടാവും. ഡോഗിനെ പേടിപ്പിച്ചോ അതിനെ ഭയപ്പെടുത്തി ഉപദ്രവിച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും ഡോഗിന് നമ്മുടെ അടുത്ത് അറ്റാച്ച്മെന്റ് കാണിക്കില്ല. നമ്മളെപ്പോഴും അതിനെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഡോഗിന് എത്ര നാൾ കഴിഞ്ഞാലും ആ ഒരു അറ്റാച്ച്മെന്റ് നമ്മുടെ അടുത്ത് കാണിക്കുക. അതിന് ഉദാഹരണമാണ് അതിന് കാണിച്ചത്.